ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു മിറർ ഡെക്കോർ ഐഡിയ ആണ് കേട്ടോ. ഞാനിതിന് കുറേ മുന്നേ പിൻട്രസ്റ്റിൽ ഇങ്ങനെ സേവ് ആക്കി വെച്ചൊരു സാധനമായിരുന്നേ. അതിനുള്ള സാധനങ്ങളും മേടിച്ചായിരുന്നു, പക്ഷേ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്താണ് ഇതിൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ച് ഒരു മിററും പിന്നെ കുറച്ച് ക്ലേയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഡെക്കോർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ക്ലേ മേടിക്കുന്ന സമയത്ത് ഈ വൈറ്റ് അതേപോലെ യെല്ലോ അങ്ങനത്തെ കുറച്ച് കളേഴ്സ് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ കളേഴ്സിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ചെയ്തതാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണേ. പിന്നെ ഈ ഡപ്പ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡപ്പയാണ്, എന്തായാലും കളയുന്നില്ല. ഫസ്റ്റ് ഞാൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ ഇങ്ങോട്ട് നിന്നോളും. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ, അതേപോലെ തന്നെ ചെയ്യാനും ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. പിന്നെ സെൻറ്ററിലായിട്ട് ഞാനൊരു വൈറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഭാഗത്ത് ഞാൻ ഇതേപോലെ അടുത്ത് വെച്ച് നോക്കി, അടുത്ത പൂവ്, പക്ഷേ അതൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി താഴേക്ക് വെച്ച് നോക്കി, അപ്പോൾ പിന്നെയും ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഈ യെല്ലോ വൈറ്റ് തീം മൊത്തത്തിൽ വെക്കാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അതിന് മാത്രമുള്ള ക്ലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേറെയും കളേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇനിയും മേടിച്ചിട്ട് വേറെ രീതിയിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് യെല്ലോ കളർ ഭയങ്കര കുറവായിരുന്നു, അപ്പോൾ 4 പുറം വൈറ്റ് വെച്ചിട്ട് സെൻറ്ററിൽ മാത്രം യെല്ലോ വെച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടി കറക്റ്റാക്കി വെക്കണം. പക്ഷേ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ പെർഫെക്റ്റ് ആയ പോലെ കേട്ടോ തോന്നിയത്, അതാണ് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാഞ്ഞത്. പിന്നെ അടുത്ത കോമ്പിനേഷൻ ഞാൻ ഈ 2 കളേഴ്സും കേട്ടോ കൊടുത്തത്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ 2 ഓറഞ്ചും ഒരേ കളറാണെന്നാണ്, പക്ഷേ അല്ല, അതിൽ ഒന്ന് ഡാർക്കും ഒന്ന് കുറച്ച് ലൈറ്റുമാണ്. പിന്നെ ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു ഓറഞ്ച് കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കോംബോ കൊടുത്തതാണ്. പക്ഷേ അത് അങ്ങനെ കാണുന്ന സമയത്ത് കളർ വ്യത്യാസമുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നടുവിൽ ഞാൻ ഓറഞ്ച് കളറാണ് വെച്ചിരുന്നത്, പക്ഷേ അത് വ്യത്യാസം മനസ്സിലാവുന്നില്ല. അപ്പോൾ അടിയിൽ ഞാൻ 4 പുറം ഓറഞ്ചും നടുവിൽ റോസും കൊടുത്തു നോക്കിയിട്ടും അപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ അതവിടെ വെക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അടുത്തത് മെറൂൺ ആട്ടോ കൊടുത്തത്. പക്ഷേ എന്തോ മെറൂൺ അതിൽ അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ, അതിൻ്റെ കൂടെ അങ്ങോട്ട് അത് മിക്സ് ആവുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും അത് ഒഴിവാക്കി. പിന്നെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ആ ഇതളുകളുടെ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇതളിൻ്റെ ഷേപ്പായി വരുന്നുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയും ചെയ്യുക. നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ സീഡ്സ് വരൂലേ, അതേപോലെ. ഇപ്പോൾ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ, എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ റൗണ്ടുകളുണ്ടല്ലോ, അത് ആദ്യം ഞാനിങ്ങനെ വെച്ച് നോക്കി. പിന്നെ അത് മെറൂൺ കളറല്ലേ, അപ്പോൾ പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് സെൻറ്ററത്തെ മുകളിലത്തെ ഭാഗത്ത് ഞാനൊന്നിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു നോക്കി. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഹാർട്ട് ഷേപ്പ് ആവുന്നുണ്ട്. പിന്നെ 3 ഹാർട്ടാട്ടോ ഞാനിതിൽ വെച്ചിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല, എന്നാലും അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയി തോന്നിയില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒപ്പിക്കാം. പിന്നെ ഉണ്ടല്ലോ, ഹാർട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തോ കൊമ്പുള്ള പോലെ തോന്നുന്നുണ്ട്. ഹാർട്ടിന് 2 സൈഡും കൊമ്പുള്ള പോലെ. അപ്പോൾ പിന്നെ അതൊന്ന് നേരാക്കാമെന്ന് വിചാരിച്ച്. വലിയ കുഴപ്പമില്ല എന്ന് തന്നെ ഉള്ളൂ, പക്ഷേ വേറൊരു ഐഡിയയും എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തതാണ്. അത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. കുറേ കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്കുള്ള കളേഴ്സ് കുറച്ച് മാത്രമേ എൻ്റെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും കൂടി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്ലൂ കളർ ഇങ്ങനെ 4 പുറം വെച്ച് വെക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പോൾ വരയ്ക്കും ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഈ മെറൂൺ കളർ ഉണ്ടല്ലോ മറ്റൊരു മിററിലും കൂടി ചെയ്യാമെന്ന് വെച്ച്. പക്ഷേ ഇത് ചെറിയ മിറർ ആവുകൊണ്ട് വലിയ ബോൾസ് ആക്കാതെ കുറച്ചും കൂടി ചെറുതാക്കി നോക്കാമെന്ന് വെച്ച്. ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിങ് ടേബിളിൽ വെക്കുന്ന മിററാണ്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റും ഞാൻ വെച്ച് കൊടുത്ത്. ഈ വൈറ്റ് എല്ലാത്തിലും കോംബോ പോകുന്നതുകൊണ്ട് വൈറ്റ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഈ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കളേഴ്സ് ഉണ്ടല്ലോ, അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സ്കൈ ബ്ലൂ കളറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇങ്ങനെ മിററിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ 2 എണ്ണം മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും, ഇത് ചെറുതാവുകൊണ്ട് വേറെ ഒന്നും ഇതിൽ സ്യൂട്ടാവുന്നില്ല. അപ്പോൾ പിന്നെ ഇത് മാത്രമേ കേട്ടോ ഞാൻ ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഈ പർപ്പിൾ കളർ ഉണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഏറ്റവും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ 4 പുറം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല, അതിൻ്റെ കളേഴ്സൊന്നും എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് നോക്കിയതാണ്.
പിന്നെ അതാ ഗ്രീൻ കളർ എടുത്തിട്ട് ലീഫാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇതിലൊരു 3 ലീഫും പിന്നെ ചെറിയ മിററിൽ ഒരു 3 ലീഫും പാടെ വെച്ച് നോക്കിയിട്ടാണ്. പക്ഷേ ചെറിയ മിററിൽ ഇത് രണ്ടും തന്നെയാണ് കോംബോ ആയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ മറ്റേതാണ്ട് ഒഴിവാക്കി അതും എടുത്തിട്ട് ഈ വലിയ മിററിൽ അങ്ങോട്ട് വെച്ച് കൊടുത്ത്. അപ്പോൾ പിന്നെയും കുഴപ്പമില്ലാതെ ഇട്ടാ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്താ പറയുക, പെർഫെക്റ്റ് ആയില്ലെങ്കിലും വേണ്ടില്ല, ഞാനൊന്ന് ചെയ്ത് നോക്കിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഇനി ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. എനിക്ക് ഇതേപോലെ സാധനങ്ങൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഡെക്കോർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.